കോടതിയിൽ ഞാൻ ബാർ കൗൺസിൽ ഓഫ് കേരളയിലെ ഒരു അഡ്വക്കേറ്റായിട്ട് എൻറോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഔദ്യോഗികമായി എനിക്ക് പ്രവേശനം കിട്ടി. അത് കോടതി എന്ന് പറയുമ്പം നീതിയുടെ ഒരു ഇരിപ്പിടമാണ്. നീതി കിട്ടുന്നത് കോടതികളിലൂടെയാണ് നമുക്ക് നിഷേധിക്കപ്പെടുമ്പോൾ. അപ്പോൾ അതിന് സാധാരണക്കാരെല്ലാം ആശ്രയിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എൻ്റെ ഒരു ജീവിതവും അതിലേക്കുള്ളൊരു ചുവടുവയ്പ്പിൻ്റെ ഒരു ഔദ്യോഗികമായ ഒരു ഉറപ്പ് കിട്ടിയ ഒരു ദിവസമാണ്. അതിലേക്ക് എന്നെ നയിച്ചത് എന്നെപ്പോലെയുള്ള എൻ്റെ സന്യാസ സഭയിലെ സഹോദരിമാർ നേരിട്ട ചില നീതിരഹിതമായ പ്രവർത്തനങ്ങളും അതിലൂടെ എനിക്കും നേരിടേണ്ടി വന്ന നീതികേടുകളും ഒക്കെ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നപ്പോൾ അതിനെല്ലാം കുറച്ച് ഗുണകരമാകുന്ന രീതിയിൽ മുന്നോട്ട് നീങ്ങണം, മനസ്സ് തളർന്നൊരു മൂലയിൽ ഇരിക്കരുത് എന്നുള്ള ഒരു ആഹ്വാനം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സാക്ഷിയുടെ ഒരു സ്വരം ഉണ്ടായപ്പോഴാണ് എനിക്കൊരു പ്രചോദനം വന്നത്. നിയമം പഠിക്കണം, നിയമപുസ്തകം കൈകളിലെടുക്കണം, നീതി തുല്യമായി എല്ലാവർക്കും കിട്ടേണ്ടതാണ്. കുറച്ചു പേർക്ക് കൂടുതലും കുറച്ചു പേർക്ക് കുറവും, അങ്ങനെയല്ല, നീതി ഈക്വലായിട്ട് കിട്ടേണ്ട, എല്ലാവർക്കും കിട്ടേണ്ടതാണ്. അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ നമുക്ക് നിഷേധിക്കപ്പെടുമ്പോൾ ചിലപ്പോൾ നമ്മൾ തളർന്നിരുന്നു പോകും. പക്ഷെ നമുക്ക് തളർന്നിരിക്കാതെ ഉണർന്നെഴുന്നേൽക്കാം എന്നുള്ളൊരു ആഹ്വാനം ഒരുപക്ഷെ എൻ്റെ മനസാക്ഷിയിൽ അത് വന്നത് ഈ പൊതുസമൂഹവും കൂടി ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു നിയമപഠനം പൂർത്തിയാക്കി 2022 മുതൽ 2025 വരെ നല്ലൊരു വിജയം കൈവരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നിയമ തടസ്സങ്ങളൊന്നുമില്ലാതെ തന്നെ എൻറോൾ ചെയ്യാനും പറ്റി. അപ്പോൾ ഇനിയും ശേഷിക്കുന്ന നമുക്ക് കൊണ്ടാവുന്നത് നമ്മുടെ സമൂഹത്തിൽ നീതി നിഷേധിക്കപ്പെടുന്ന, മാർജിനലൈസ്ഡ് ആക്കപ്പെടുന്ന അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടാൻ എളുപ്പമുള്ള വിഭാഗങ്ങൾക്കെല്ലാം വേണ്ടി നിൽക്കണം, അവർക്ക് വേണ്ടി ശബ്ദിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ആഗ്രഹങ്ങളിൽ അത് സഫലമാകും. കാരണം മനസാക്ഷി മരിക്കാത്ത ഒരു സമൂഹം എന്നോടൊപ്പമുണ്ട്. ഇന്ന് തന്നെയാണ് അതിജീവിതമായിട്ടുള്ള സിസ്റ്റർ കൂടി ഇന്ന് ആദ്യമായി മുന്നോട്ട് വരാനൊരു താല്പര്യം കാണിക്കുകയും പറയുകയും ചെയ്തത്. അപ്പോൾ അതൊരു കോയിൻസിഡൻസ് ആണോ, എങ്ങനെയാണ് കാണുന്നത്? തികച്ചും ഒരു അത്ഭുതമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ആ സിസ്റ്റർ ഇതുവരെ വളരെ സൈലന്റ് ആയിട്ടിരുന്ന സിസ്റ്റർ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആത്മഹത്യ ചെയ്യാൻ പേടിച്ചിട്ടാണ് ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നതെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും നിസ്സഹായമായിപ്പോയ ആ ഒരു സ്ത്രീ വീണ്ടും ഒരു തേജസ്സോടെ ഉണർന്നു വന്ന് സമൂഹത്തിന്റെ മുമ്പിൽ തല ഉയർത്തി നിന്ന് ആരാണ് തന്നെ ചൂഷണം ചെയ്ത്, എങ്ങനെയാണ് അതിനൊക്കെ വിധേയപ്പെട്ടത് എന്ന് പറയാനൊരു ചങ്കൂറ്റം കാണിച്ച ആ ദിവസവും ആ സിസ്റ്ററിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിന്നപ്പോൾ നേരിടേണ്ടി വന്ന അനീതികൾക്കെതിരെ പ്രതികരിച്ചതിന്റെ ഫലമായി ഇങ്ങനെ എൻറോൾമെന്റ് വരെ എത്തേണ്ടി വന്ന എനിക്കും ഒരുമിച്ച് ഒരേ ദിവസം ഇത് സിസ്റ്ററിന്റെയും തന്നെ ഒരു എൻറോൾമെന്റ് എന്ന് വേണേൽ പറയാം. സിസ്റ്ററിന്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക ദിവസമാണിന്ന്. ഒരു എൻറോൾമെന്റ് ടു ദ സൊസൈറ്റി അബൌട്ട് ദ എക്സ്പ്ലോയിറ്റേഷൻ, അതിനെക്കുറിച്ച് പറയാനുള്ള ചങ്കൂറ്റം. സിസ്റ്ററിന് ഒരു ബിഗ് സല്യൂട്ട്. സിസ്റ്ററും ശരിക്കും പറഞ്ഞ ഈ സമൂഹത്തിലെ ഒരു വക്കീലായിട്ട് നിയമപരമായി വന്നില്ലെങ്കിലും സിസ്റ്ററിനും ശോഭിക്കാൻ സാധിക്കട്ടെ, സംസാരിക്കാൻ കഴിയുക മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും തങ്ങൾക്ക് വേണ്ടിയിട്ടും. അപ്പോൾ ഈ ദിവസത്തെ അങ്ങനെ ഒരു ബന്ധിപ്പിക്കാൻ ഈ പ്രപഞ്ചം ഇടയാക്കി. നീതി നിഷേധിക്കപ്പെടുന്ന ഓരോ അതിജീവിതർക്ക് വേണ്ടിയും ഇനി സിസ്റ്ററും തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. തീർച്ചയായിട്ടും. എന്നാലേ എനിക്ക് ശരിക്കും ശ്വസിക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയ്ക്കും ഒരു എനർജി നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. ഇപ്പോൾ ഈ ഒരു പാർശ്വവൽക്കരിക്കപ്പെടുന്നവരുണ്ട്, അല്ലാത്തവർക്ക് സ്വാഭാവികമായി നീതി ലഭിക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. അതായത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്നവർക്കൊക്കെ നീതി നഷ്ടപ്പെട്ടാൽ അവർക്ക് കിട്ടാൻ എളുപ്പമാണ്. പക്ഷെ അല്ലാത്തവരെ സംബന്ധിച്ചാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാനുള്ള ഒരു ചോര ഇപ്പോഴും ഈ ശരീരത്തിൽ ഉണ്ട്, മനസ്സുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാനുള്ള ഒരു പ്രവർത്തനം, എളിയ പ്രവർത്തനം ഞാനും ഈ നീതിന്യായ സമൂഹത്തിലുള്ള സീനിയേഴ്സും ജൂനിയേഴ്സും ഒക്കെ എല്ലാവരും ഒരുമിച്ച് നിൽക്കും എന്നുള്ളൊരു പ്രതീക്ഷ. ഈ അടുത്ത് നടിയെ ആക്രമിക്കപ്പെട്ട കേസ് അതിന്റെ വിധി വന്നത് കണ്ടിരുന്നല്ലോ. അപ്പോൾ നടിക്ക് നീതി ലഭിച്ചു എന്ന് കരുതുന്നുണ്ട്. പ്രത്യേകിച്ച് സിസ്റ്റം അത്തരത്തിലുള്ള ഒരു പോരാട്ടത്തിന് മുന്നിൽ നിന്ന ഒരാൾ കൂടിയാണ്. അതെ, ഇരയാക്കപ്പെടുന്ന, അതായത് അതിജീവിതം എന്ന് പറയപ്പെടുന്ന, അതിജീവിക്കേണ്ടി വരുന്ന സ്ത്രീയെ, അവർക്ക് ഈ ഒരു കാര്യത്തിലും നീതി നിഷേധിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ നമ്മുടെ ദിലീപിന്റെ വശം വാദിച്ചവർക്ക് ദിലീപിന്റെ ഈ കുറ്റകൃത്യത്തിലുള്ള പങ്കാളിത്തം കോടതി മുമ്പാകെ എവിഡൻസ് കൊടുക്കാൻ കഴിയാതെ പോയതാണ്
എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അവിടെ എന്തൊക്കെ വീഴ്ചകൾ വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. പക്ഷേ ഏതായാലും വിക്ടിമൈസ്ഡ് ആകുന്നവർക്ക് കുറച്ച് പേര് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നമുക്ക് സന്തോഷിക്കാം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ഈ ഒരു ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മുടെ വൺ ഓഫ് ദ വിക്ടിംസ് ആയിട്ട് തന്നെ നമ്മൾ നീതി കിട്ടാത്തപ്പം നമുക്കും കിട്ടിയിട്ടില്ലാത്തതുപോലെ തന്നെയാണ്. സ്ത്രീ സമൂഹത്തിന് എപ്പം വേണേലും ഇതുപോലുള്ള അതിക്രമങ്ങൾ ഉണ്ടാകാം. നമ്മളിൽ ഒരാൾ ചൂഷണം ചെയ്യപ്പെടുമ്പോൾ അത് നമ്മളും കൂടി ചൂഷണത്തിന് വിധേയപ്പെടുകയാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ തന്നെ ഞങ്ങൾ സ്ത്രീ സമൂഹവും ഉണ്ട്. നീതി കിട്ടാത്തതിൽ ഞങ്ങൾക്കും പ്രതിഷേധമുണ്ട്. പക്ഷെ എങ്ങനെ അവിടെ വീഴ്ച വന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയണം.